ഇന്നലെ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഒരുപാട് ടെൻറ്റുകൾ, ആൻറ്റി ഇസ്രായേൽ ടെൻറ്റുകൾ, ഇസ്രായേലിന് വിരുദ്ധമായി പലസ്തീനിന് അനുകൂലമായി സമരം നടത്തുന്നവരുടെ ടെൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ ലേഖനവും എവിടെ നാം നിൽക്കണം എന്നുള്ള സ്റ്റാൻഡാണ്. ലേഖനത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയാണ്, ഇസ്രായേൽക്കാരുടെ വീഴ്ച ലോകത്തിന് അനുഗ്രഹത്തിന് കാരണമായി എങ്കിൽ അവരുടെ പരിപൂർണത എത്രമേൽ ലോകത്തെ അനുഗ്രഹിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ നമ്മളെ ഒരു വിജാതീയനായ ഒരാൾ, അപ്പോൾ ഈശോയോട് ശിഷ്യന്മാർ പറയാണ്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈശോ അവരോടൊപ്പം പുറപ്പെട്ടു വന്നു. ഈ ലോകത്തിൻ്റെ ഭാവി ഇപ്പോൾ നിശ്ചയിക്കപ്പെടുന്നത് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ലോകം എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാണ്. വെളിപാടിൻ്റെ പുസ്തകം പറഞ്ഞു തരുന്നതും അങ്ങനെ തന്നെ.